നാഴിക്ക് 40 വട്ടം കേരളത്തെ കുറ്റം പറയുന്ന ആളുകളോടാണ്. അർജുൻ എന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു കോഴിക്കോട്ടുകാരൻ, അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് കർണാടകയിലെ ശിരൂരിൽ മണ്ണിന്റെ അടിയിൽ കിടക്കുന്നത്. ഇതുവരേക്കും അവിടെയുള്ള സർക്കാർ എന്താണ് ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്? 4 ദിവസത്തോളം ആ മനുഷ്യൻ ആ മണ്ണിനടിയിൽ കിടക്കുവാണ്. അവിടെ ആ ലോറി ഉണ്ടോ എന്ന് പോലും അറിയില്ല. ആ കാര്യത്തിൽ പോലും ഇതുവരേക്കും വ്യക്തത വരുത്തിയിട്ടില്ല. എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഇതുപോലൊരു മനുഷ്യൻ കേരളത്തിൽ മണ്ണിനടിയിൽ ഇത്ര ദിവസം കിടക്കേണ്ടി വരില്ല. ഓരോ നിമിഷവും വിലപ്പെട്ടതായിട്ട് പോലും നിലവിലുള്ള ഒരു സാങ്കേതിക വിദ്യകളും കൃത്യമായിട്ട് ഉപയോഗിക്കാതെയാണ് കർണാടക ഇപ്പോഴും തെരച്ചിൽ തുടരുന്നത്. ആ മണ്ണിനടിയിൽ കിടക്കുന്നത് ലോറിയാണോ, അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയാണോ എന്ന് പോലും കൃത്യതയില്ല. സിദ്ധരാമയ്യ സർക്കാരിന്റെ വലിയൊരു പരാജയമാണ് ഇതിലൂടെ നമുക്ക് എടുത്തു കാണാൻ പറ്റുന്നത്. ഒരു മനുഷ്യജീവന് കൊടുക്കേണ്ട യാതൊരു പരിഗണനകളും അർജുൻ അവിടെ കൊടുത്തിട്ടില്ല എന്ന് വ്യക്തമാണ്. അർജുന്റെ കുടുംബം നിരവധി തവണ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്ന ഇതേ കാര്യമാണ്. ഒരു കാര്യം ഉറപ്പുണ്ട്, കേരളത്തിൽ ഒരു മനുഷ്യനും ഇത്തരത്തിലൊരു ദുർവിധി ഉണ്ടാവുകയില്ല എന്നുള്ളത്. കാരണം ഇവിടുത്തെ മനുഷ്യർ അതിന് സമ്മതിക്കില്ല എന്നുള്ളത്. എത്രയൊക്കെ വർഗീയത പറഞ്ഞാലും, എത്രയൊക്കെ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ജാതീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും, ഒരു ദുരന്തം വരുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്നിക്കും. അത് കേരളത്തിന്റെ ഒരു സ്വഭാവമാണ്. കർണാടക സർക്കാരിന് ഒരുപക്ഷെ മിണ്ടാതിരിക്കാം, വിമുഖത പാലിക്കാം, എന്ത് വേണേ ചെയ്യാം. പക്ഷേ നമുക്ക് അങ്ങനെയല്ല. നമുക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, ജോലി ചെയ്യാൻ വേണ്ടി മറ്റൊരു സ്ഥലത്തോട്ട് പോയ മനുഷ്യനാണ്. അർജുൻ ജീവനോടെ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ആ മണ്ണിനടിയിൽ ജീവൻ മുറുകെ പിടിച്ച് അയാൾ ജീവിച്ചിരിപ്പുണ്ടായിരിക്കണേ എന്ന് തന്നെയാണ് എല്ലാ മലയാളികളെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നത്. അർജുൻ തിരിച്ചു വരണം.